വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല അടിപൊളി വെയിലാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നലെ നമുക്ക് കർക്കിടകം ഒന്നായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു. നമുക്കൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും നല്ല ഗംഭീര മഴ തന്നെ രാത്രി ഉണ്ടായിരുന്നു നമുക്ക് മഴ. പക്ഷേ ഇന്ന് രാവിലെ എന്തായാലും നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇനി വൈകുന്നേരം ചിലപ്പോൾ പെയ്യുമായിരിക്കും, അറിയില്ല. അവിടെ ചെറിയൊരു മൂഡിൽ ഉണ്ട്. അതേപോലെ തന്നെ അവളൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പണിയുണ്ട്. അപ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിൽ നമുക്ക് പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നോക്കി എന്നത്തെയും പോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പുറകെ നല്ല അടിപൊളിയായിട്ട് ഞാൻ കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ നല്ല തണുത്ത കാറ്റും എല്ലാം ഉള്ള ഒരു നല്ലൊരു കിടിലൻ ആംബിയൻസിൻ്റെ ആട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വെയിലിൻ്റെ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. കാരണം നല്ലൊരു കൂള് കാണും. അപ്പോൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഒരു കൂളാർ സെറ്റപ്പിലാണ് നമ്മുടെ ഇലങ്ങളായതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ലൊരു കൂളിംഗ് ഉണ്ട്. പിന്നെ ആ ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ ആയിട്ട് കിടിലൻ വൈബ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് കുറച്ച് പണികളുണ്ട്. അപ്പം എന്തായാലും എന്താണെന്നൊക്കെ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇപ്പോൾ നമ്മുടെ കുരുമുളകൊക്കെ നല്ല രീതിയിൽ തിരിയിട്ട് തുടങ്ങുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തായിരുന്നു ഇപ്പോൾ നമ്മുടെ വീടിനോട് അടുത്ത് കിടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു കൊടിയുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നന്നായിട്ട് കുരുമുളകൊക്കെ തിരിയിട്ട് തുടങ്ങിയപ്പോൾ ചിലതൊക്കെ നോക്കിയത് ഇതൊക്കെ കറക്റ്റ് ഒരു തിരിയായിട്ട് ഇങ്ങനെ ഫോം ചെയ്ത് വന്നിട്ടുള്ളൂ. ഇത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയാം. ഞാൻ ട്രൈപോഡിൽ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കറക്റ്റ് തിരിയായിട്ട് അത്യാവശ്യം നീളമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊക്കെ മണികളൊക്കെ പിടിച്ച് തുടങ്ങിയിരുന്നു. എന്തായാലും മണിയൊക്കെ പിടിച്ച് വരാൻ ടൈം ആവുന്നേ ഉള്ളൂ. എന്നാലും കുറച്ചൊക്കെ മണി പിടിച്ചിട്ട് എന്തായാലും കുറേയൊക്കെ തിരിയിട്ട് നല്ല സെറ്റായിട്ടാണ് നിൽക്കുന്നത്. താഴേക്ക് ആയാലും അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും ഈ കാഴ്ചകളൊക്കെ നമ്മുടെ മനസ്സിനും കണ്ണിനൊക്കെ നല്ലൊരു ഇതിനെ കുളിരണിയിക്കുന്ന ഓരോ കാഴ്ചകളാട്ടോ. രാവിലെയൊക്കെ നല്ല കോടമഞ്ഞൊക്കെ ഒരു ടൈമിലാണെങ്കിൽ ഇതൊന്നും നമുക്ക് കറക്റ്റായിട്ട് കാണില്ല അവിടെ. കാരണം ഫുള്ളൊരു മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന കാഴ്ചകളായിട്ട് മാറും അതൊക്കെ. ഇപ്പോൾ നോക്കി നല്ല തെളിഞ്ഞ ആകാശം അവിടെ. അപ്പോൾ നന്നായിട്ട് തിരിയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതേപോലെ എല്ലാത്തിലും നല്ല രീതിയിൽ ചൂടായി തുടങ്ങിയിട്ടില്ല. അതായത് നമ്മുടെ കുരുമുളക് ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ടൈമുണ്ട് കേട്ടോ. അപ്പോൾ തിരിയിട്ട് തുടങ്ങുന്ന ഒരു ടൈമാണ്. വെള്ളത്തിൽ നിന്നിട്ടത് അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു കുടിമരം തന്നെയാണ്. അതായത് നമ്മുടെ ഈ ഒരു വള്ളിക്ക് നല്ല പഴക്കമാണ്. അതായത് ചൂട് ഭാഗം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. നല്ല മണ്ണുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയ കുറച്ച് വള്ളികളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതും നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിലേക്ക് അത്യാവശ്യം നന്നായിട്ട് വട്ടം വീശിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മരത്തിൻ്റെ മണ്ടയൊക്കെ നമ്മളിപ്പോൾ കോതി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് അങ്ങനെ വലിയ രീതിയിൽ അങ്ങനെ കൊമ്പ് ശാഖകളൊന്നും ആയിട്ട് അങ്ങനെ പോയിട്ടില്ല. അത് ഒരു മരത്തിൻ്റെ തടിയിലൊക്കെ ആയാലും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല മഴക്കാലമാണല്ലേ. നല്ല മഴക്കാലമാണെങ്കിൽ നമുക്ക് മഴ കിട്ടുന്നത് വളരെ കുറവാണ്. കാരണം നമുക്കിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേനൊക്കെ അപേക്ഷിച്ച് വളരെ കുറവാണ് നമുക്ക് മഴ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല മഴക്കാലമാകുമ്പോൾ നമ്മുടെ ഗാർഡൻ റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് കിട്ടുന്ന പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ ഫ്ലവറിങ് അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊക്കെ ആയാലും നമ്മുടെ ഒരു മെലസ്റ്റോമയുടെ കേസിലൊക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലാണ് നമ്മളിതിനെ വെക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ടാവും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് നല്ല മഴയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മഴയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ട കൂട്ടുകാർക്ക് അറിയാൻ വേണ്ടി പറ്റും. കാരണം അന്നത്തെ അപേക്ഷിച്ച് ഫ്ലവറിങ് വളരെ കുറവാണ്. ഇപ്പോൾ ഒരു 1 വീക്കായിട്ടാണ് ഇപ്പോൾ ഇതിൽ ഇത്രയും പൂവായി തുടങ്ങിയത്. കാരണം ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് നല്ല വെയിലായിരുന്നു. ഇന്നലെ ആട്ടോ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ സൺലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫ്ലവറിങ് കിട്ടുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ബോഗൻവില്ല എന്ന് പറയുന്നത്. അപ്പോൾ ബോഗൻവില്ലയുടെ അത്യാവശ്യം എല്ലാ കളർ വെറൈറ്റിയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നല്ല മഴയായതോടുകൂടി നമ്മൾ വെച്ചിട്ടുള്ള സ്ഥലത്തിൽ നമ്മളൊന്ന് റീപ്ലേസ് ചെയ്തിട്ട് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മാറ്റിയതിന് ശേഷം പിന്നെ നല്ല ഗംഭീര വെയിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വെയിലുള്ള ഒരു ടൈം, അതായത് ഞാൻ ആസ്പെറ്റോസിൻ്റെ അടിഭാഗത്താട്ടോ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു തൽക്കാലത്തിന് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നല്ല വെയിലായല്ലോ. അപ്പോൾ വെയിലും പിന്നെ ഒരു ആസ്പെറ്റോസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നല്ല ചൂടാവും വെയിലുള്ള ടൈമിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട്. കാരണം ഇനിയിപ്പോൾ എത്ര നാളുണ്ടാവും ഈ വെയിലൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു ക്ലൈമറ്റ് ആട്ടോ. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് മഴ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ അതിൻ്റെ ചോട്ടിലേക്ക് വന്നതിന് ചീഞ്ഞ് പോകാൻ, അതുപോലെ തന്നെ ഫ്ലവറിങ് ഒട്ടും ഉണ്ടാവും ചെയ്യില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് നമ്മളതിനൊന്ന് മാറ്റിയത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ അവിടെ ഒന്നുകൂടി മാറ്റാൻ വേണ്ടി പോയിട്ട് അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തത് നല്ലൊരു ഹാർഡ് പ്രൂണിങ് തന്നെയാണ് കേട്ടോ കൂടുതൽ. അപ്പോൾ ആ ഒരു ഹാർഡ് പ്രൂണിങ്ങിൻ്റെ ഒരു ഗുണം നല്ല രീതിയിൽ തന്നെ എനിക്ക് കിട്ടിയെന്ന് പറയട്ടെ. കാരണം എന്തായാലും അതിൻ്റെ ലൈവ് റിസൾട്ട് ഞാൻ എന്തായാലും നേരിട്ട് കാണിച്ചില്ല. കാരണം ഒരുപാട് മുളകളൊക്കെ നല്ല ഉഷാറായിട്ടാണ് നമ്മുടെ ആ ഒരു പ്ലാന്റ് ഇപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തായാലും അത് വെച്ചിരിക്കുന്ന അങ്ങോട്ടേക്ക് പോവാം. ഗൈസ് ഇവിടെ കൂടെയാണോ ഞാനിപ്പോൾ ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഹാർഡ് പ്രൂണിങ് എന്ന് പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഒരു ഹാർഡ് പ്രൂണിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല ഇതിന് ഏജ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ കട്ട് ചെയ്ത് നോക്കി എല്ലാത്തിലും ഇത്രയും ബ്രാഞ്ചസ് മാത്രമാണ് അപ്പോൾ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം നമ്മൾ ഏകദേശം ഒരേ ലെവലിലാട്ടോ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇവിടെ എല്ലാം നമ്മൾ വെച്ചിട്ടുള്ളത് ഫുള്ള് ഇതുപോലെ പോട്ടുകളിലുള്ളതാണ്. പിന്നെ മഴയാകുമ്പോൾ നമുക്ക് പോട്ടുകളിലാണെങ്കിലും നന്നായിട്ട് കള പറിക്കാനുണ്ട് അവിടെ. അപ്പോൾ അതെല്ലാം ഒന്ന് പറിച്ച് നിർത്തിയാണെങ്കിൽ കൂടി വീണ്ടും നമുക്കിത് പറിക്കാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആസ്പെറ്റോസൊക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ ചൂടായി തുടങ്ങിയിട്ടുണ്ടാകും. ഇനി ഇവിടെ നമുക്ക് മാറ്റാട്ടോ ഒന്നും എന്തായാലും. അപ്പോൾ അത് എങ്ങനെ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഡീറ്റെയിലായിട്ട് കാണാം. ഇതിലേക്ക് നോക്കി ചെറിയ മുളകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ആയിട്ട്
നന്നായിട്ടൊന്ന് നമ്മളൊരു ഹാർട്ട് ട്യൂണിന് ശേഷമുള്ളൊരു മാറ്റമാണ് ഈ കാണുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ സെറ്റ് ചെയ്തിട്ടുള്ള ബോഗൺവില്ലാസിൻ്റെ എല്ലാ പ്ലാന്റ്സിൻ്റെ പോട്ടുകളും നമ്മളിപ്പോൾ നമ്മുടെ ആ ഒരു ഗാർഡനുമായിട്ട് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഏരിയയിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലായാലും നമ്മൾ നമ്മുടെ പറമ്പിലേക്ക് ആവശ്യമായിട്ടുള്ള പണി സാധനങ്ങൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നൊരു ഏരിയ ആട്ടോ. അപ്പം ഇതിൻ്റെ സൈഡ് മൊത്തം നമ്മളിതുപോലെ ഗ്രീൻ നെറ്റ് വെച്ചിട്ട് മറച്ചിരിക്കുകയാണ്. മേൽഭാഗം നമ്മൾ ഫുള്ള് ആസ്പെറ്റോസ് ആട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ എന്താ പറയുക, ഫുള്ള് നമുക്ക് എല്ലാ പ്ലാന്റ്സും നല്ല രീതിയിൽ വിശാലമായിട്ടിരിക്കാമോ അത്രയും വലിയ സ്പേസൊന്നും ഇല്ലാട്ടോ. എല്ലാം അത്യാവശ്യം നല്ല ഇതിന് തിങ്ങി കൂടിയിട്ടാട്ടോ ഇവിടെ ഇരിക്കുന്നത്. അപ്പം എന്തായാലും മഴച്ചാറ്റിന് ഇതിന് മഴയിൽ നിന്ന് ചെറിയൊരു സംരക്ഷണം കിട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ വെച്ചു എന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് മാറ്റണം. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഇവിടെ നിന്ന് മാറ്റി സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എല്ലാം മാറ്റി സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയയിലായാലും ഈ ഒരു പ്ലാന്റ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് വിശാലമായിട്ട് വെക്കാനുള്ള അത്രയും നല്ല രീതിയിൽ തന്നെ സ്പേസ് കൂടി ഉണ്ട് കേട്ടോ. പിന്നെ മഴക്കാലമാണല്ലോ, നല്ല രീതിയിൽ തന്നെ കള കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് ഫുള്ളായിട്ട്, അതായത് പ്രൂണിൻ്റെ ആ ഒരു ടൈമിൽ നന്നായിട്ട് തന്നെ കളയെല്ലാം പറിച്ച് സെറ്റാക്കി ഇട്ടിട്ടുള്ളതാണ്. എന്നാലും 1-2 കളകളൊക്കെ വീതം ഇപ്പോൾ ഓരോ പോട്ടുകളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിൻ്റെനൻസ് എനിക്ക് തോന്നുന്നു ഈ ഒരു പോട്ടുകളിലുള്ള പ്ലാന്റ്സിന് കുറച്ചുകൂടി ഈസി ആട്ടോ ഡയറക്റ്റ് മണ്ണിൽ നടന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഗാർഡനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പണി വരുന്നൊരു ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും മഴക്കാലം തന്നെ ആയിരിക്കും. അതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഒരു കള പറിക്കൽ തന്നെയായിരിക്കും. കാരണം ഡയറക്റ്റ് മണ്ണിലാകുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ലാടി നനയുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഫുള്ള് കാട് കയറും. അപ്പോൾ ഇതിലൊക്കെ ആയാലും നോക്കി ഓരോ ബോട്ടിനും ഓരോ വെയിറ്റാണ്. അതായത് ഇതിൽ 1-2 ബോട്ട് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ബോട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ബോട്ടും അതേപോലെ തന്നെ ചിലതൊക്കെ ആയാലും അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളുകളുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കെയർഫുള്ളായിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും സമയം കളയണ്ട, എല്ലായിടത്തും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ അത് എങ്ങോട്ടാണെന്ന് അറിയണ്ടേ, അത് വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, നമ്മുടെ മീൻകുളത്തിൻ്റെ ഏരിയയിലേക്കാണ് ഞാൻ ഈ ഒരു പോട്ടുകളെല്ലാം എടുത്തിട്ട് പോകുന്നത്. കാരണം ആ ഒരു ടാർപ്പായ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും അതിൻ്റെ സൈഡ് വഴി നമുക്കിതെല്ലാം സെറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് നാളായത് നമ്മൾ ആ ഒരു മീൻകുളം ചെയ്ത് കുറച്ച് ഡേയ്സ് കഴിഞ്ഞപ്പോഴേ നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നുണ്ട്. ഇവിടെ മൊത്തം നമ്മുടെ ഒരു ഗാർഡൻ പോലെ ഫുള്ള് ചെടികൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഒരു തുടക്കമാവട്ടെ. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഫുള്ള് ആ ഒരു ഏരിയയിലേക്ക് തന്നെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഓരോന്നും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതിൽ കുറച്ച് പോട്ടുകൾ അത്യാവശ്യം നല്ല ഹെവി സൈസ് ആയിട്ടുള്ളത് തന്നെ അതൊക്കെ ഇങ്ങനെ നമുക്ക് ഒരെണ്ണം മാത്രമായിട്ടോ അറ്റ് ടൈമിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും ഒരെണ്ണം അതേപോലത്തെ പോട്ടാട്ടോ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ഉണ്ട് ഇവിടെ. അവളാണെങ്കിൽ നമ്മുടെ കുറച്ച് പൂക്കളും ചെടികളിലത്തെ കുറച്ച് ഇലകളൊക്കെ പറിച്ചിട്ടതാ ചിരട്ടയൊക്കെ എടുത്തതാ കഞ്ഞി കരയൊക്കെ വെച്ചതാ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്തായാലും ഈ ഒരു പണി ചെയ്യുകയാണെങ്കിൽ അവളും ഓക്കെയാണ്. അപ്പോഴത്തേനും നമ്മുടെ പണികളും തീരും. അപ്പോൾ എന്തായാലും കുറച്ച് ഞാനത് അവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം നമുക്ക് എടുക്കാനുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കരുത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം വെയിലും കിട്ടും. അതേപോലെ തന്നെ മേൽഭാഗം എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഷെയ്ഡുള്ളൊരു ഏരിയ ആട്ടോ. കാരണം നമ്മുടെ കാലങ്ങൾ പഴക്കമുള്ള ആ ഒരു പേരമരം ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ചാഞ്ഞാട്ടം നിൽക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ശാഖകളൊക്കെ ആയാലും ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ നിറച്ചിങ്ങനെ പടർന്ന് സ്പ്രെഡായിട്ട് നിൽക്കണം. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് നല്ലൊരു ഷെയ്ഡും കിട്ടും. അപ്പോൾ മഴയൊക്കെ നല്ല അടിപൊളി മഴയൊക്കെ പെയ്യുന്ന ഒരു ടൈമിൽ ഒരുപാട് വെള്ളമൊന്നും ആവില്ല കേട്ടോ ഈ ഒരു ഏരിയയിൽ നമ്മൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഇത്രയും കറക്റ്റായിട്ടിനെ ഒരേ ഡിസ്റ്റൻസിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ആയിട്ടേ കുറച്ച് ഫുഡ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ചേമ്പിൻ്റെ ഇല. അപ്പോൾ അത് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ ഫുഡ് കൂടി കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്കിയാൽ മേളിൽ കൂടി ഇങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ. ഇവിടെ നമ്മൾ വെച്ചെടുക്കുന്ന ഓരോ പോട്ടുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് വളരെ മുഖ്യമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ അവർക്ക് ഒരു ഇല ഇട്ട് കൊടുത്തത്. അപ്പോൾ നോക്കി ആ ഒരു ഇലയുടെ കാര്യത്തിൽ പകുതിയൊക്കെ തീരുമാനമാക്കിയിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തോടുള്ളൊരു ആക്രമണമായിരുന്നു കേട്ടോ ഇവിടെ. അതിനുശേഷം ഒരു ഓട്ടപ്പാശിലാട്ടോ. അതാ നോക്കി ചേമ്പിൻ്റെ ഇലയുടെ പൊക്കത്ത് കൂടെ നോക്കി ഓരോരുത്തരായിട്ട് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇതാ ഇവരെ ഇങ്ങനെ നോക്കി നിന്നാൽ ടൈം പോകുന്ന വഴിതരില്ല. അപ്പോൾ ഞാൻ ബാക്കി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മുടെ 3/4 ഭാഗത്തോളം പോട്ടുകൾ ഈ ഒരു ലെവലിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതാ കുറച്ചുകൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി എന്തായാലും അതുകൂടി ഇനി എടുക്കണം. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പ്രൂൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൂൺ ചെയ്തിട്ടുള്ള ആ ഒരു ബ്രാഞ്ചസ് എല്ലാം ഞാൻ ചെറിയൊരു പാക്കിംഗ് കവറുകളിൽ പോട്ടിംഗ് മിശ്രിതമൊക്കെ ആക്കിയിട്ട് അത് വേറെ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ ചെറിയ രീതിയിൽ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എല്ലാം ഒരേ ഏരിയയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ നിന്ന് നിറച്ച് പൂക്കളൊക്കെ ആവുന്ന ടൈമിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ.
കൂടെ നമ്മുടെ ഒരു മീൻ കുഞ്ഞുങ്ങളുടെ ഒരു നീന്തി തുടിക്കൽ മൊത്തത്തിൽ നല്ല രസമാണ്. പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ വൈകുന്നേരം ടൈമിലൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ ഒരു വൈബുള്ള സ്ഥലം തന്നെയാണ്. അപ്പം എന്തായാലും ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കലേട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കും. നല്ലൊരു വീഡിയോ നാളെ കാണാം.